ദൈവനാമത്തിന് വീണ്ടും മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നാം കേൾക്കുവാനിടയായി തീർന്നത്, താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് കർത്താവിനെ അനുഗമിക്കണം. കർത്താവിൻ്റെ ക്രൂശ് എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ്. ദൈവത്തിന്റെ വചനം, കർത്താവിൻ്റെ ക്രൂശ് കർത്താവ് അനുഭവിക്കേണ്ടി വന്നത് എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? ക്രൂശ് എടുക്കത്തക്കവണ്ണം, ചുമക്കത്തക്കവണ്ണം ഒരു പാവം അവനിൽ ഉണ്ടായിരുന്നില്ല. അനേകരുടെ പാപം അവന്റെ ശരീരത്തിൽ വഹിച്ചിരുന്നു എന്നുള്ളത് ശരി. പക്ഷേ അവന്റെ രക്തത്തിൽ അവൻ ചെയ്ത പാപമോ ചെയ്യാനുള്ള പ്രേരണയോ ഉണ്ടായിരുന്നില്ല. പിന്നെ അവൻ അനുഭവിച്ചതോ യാതൊരു കാരണവും ഇല്ലാതെ, തൻ്റെതായ യാതൊരു തെറ്റുമില്ലാതെയാണ് അവൻ ആ കുരിശെ ചുമക്കുവാനിടയായി തീർന്നത്. അപ്പോ ദൈവത്തിന്റെ സഭ എടുക്കേണ്ട കുരിശ് എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവിന്റെ വചനം പറയുന്നത്, ത- തെറ്റ് ചെയ്തിട്ട് അടി കൊണ്ടാൽ എന്ത് യശസ്സുള്ളൂ? പലരും അടി കൊള്ളുന്നു, കഷ്ടം അനുഭവിക്കുന്നു, വേദന അനുഭവിക്കുന്നു. അതിനെല്ലാം കാരണം തെറ്റ് അവരിലുണ്ട്. അതുകൊണ്ട് എന്ത് പ്രയോജനം? അവൻ ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കുന്നു, അത്രേ ഉള്ളൂ. എന്നാൽ നന്മ ചെയ്തിട്ട് ശിക്ഷ അനുഭവിക്കുമ്പോൾ അത് ദൈവത്തിന് പ്രസാദമാണ്. യഥാർത്ഥത്തിൽ അതാണ് കർത്താവിന്റെ കുരിശ്. നന്മ ചെയ്യുക, അതായത് തെറ്റ് ശിക്ഷ അനുഭവിക്കത്തക്കവണ്ണം ഒരു അപരാധം തന്നിൽ ഇല്ലാതിരിക്കുകയും താൻ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യുമ്പോൾ അത് ക്രൂശ. അതാണ് കർത്താവിന്റെ കുരിശ്. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞാൽ അതാണ് ഒരു മനുഷ്യന് അവകാശപ്പെട്ടത്. പലരും അത് എടുക്കുമ്പോൾ ഈ പറയുന്ന സംസാരിക്കുന്ന ഞാനടക്കം അത് മുഷിയും. കാരണം ആ ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ തൻ്റെ കയ്യിൽ താൻ ചെയ്യാത്ത കാര്യത്തിനും താൻ നിരപരാധിയായിരിക്കും. മാത്രമല്ല, ഞാൻ നന്മ ചെയ്തിട്ട് ഇത് അനുഭവിക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ അത് കുരിശാണെന്ന് ധരിക്കില്ല, അത് ഒരു വെല്ലുവിളിയായിട്ട് ധരിക്കും. അങ്ങനെയല്ല, അങ്ങനെയല്ല. അതാണ് യഥാർത്ഥ കുരിശ്. എന്നാൽ അടുത്ത വിഷയം, ഈ കുരിശ് ഞാൻ എടുക്കണമെങ്കിൽ എന്ത് വേണം? ഈ കുരിശ് ഞാൻ എടുക്കണമെങ്കിൽ എന്ത് വേണം? അതിനാണ് പറയുന്നത്, ഈ കുരിശ് അനേകർക്ക് കിട്ടുന്നില്ല. അനേകർക്ക് കിട്ടാതെ അവൻ ഒരുപാട് പ്രവൃത്തി ചെയ്യുന്നു, ഒരുപാട് കഷ്ടം അനുഭവിക്കുന്നു. എന്താണ് കാരണം എന്ന് ചോദിക്കുമ്പോൾ അവൻ ചെയ്ത പ്രവൃത്തിയുടെ, അല്ലെങ്കിൽ അവന്റെ വഴി വേറെയാണ്. കർത്താവിന്റെ കുരിശല്ല. കർത്താവിന്റെ കുരിശ് കിട്ടണമെങ്കിൽ വഴി ഇതാണ്. എന്താണ്? ഏറ്റവും ആദ്യമേ തന്നെത്താൻ ത്യജിക്കണം. തന്നെത്താൻ ത്യജിക്കണം. എന്നെ തന്നെ ത്യജിക്കണം എന്ന് പറഞ്ഞാൽ അതിന് ചില വചനങ്ങളുണ്ട്. എന്താണ്? താൻ ആ, കർത്താവിന്റെ നാമനിമിത്തം സകലതും ഉപേക്ഷിക്കും, തന്റെ ജീവനെ കൂടി പകയ്ക്കാതിരിക്കുന്നവന് കർത്താവിന്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. തന്റെ ജീവനെയും കൂടി വെച്ച് കളയണം. രണ്ടാമത്തത്, നിന്റെ ഭാരം കർത്താവിന്റെ മേൽ വെക്കണം. മൂന്നാമത്തത്, നിന്റെ വഴി യഹോവയെ ഫലമേൽപ്പിക്കണം. നാലാമത്തത്, നിന്റെ ആവശ്യങ്ങൾ സ്വതന്ത്ര കർത്താവിനെ തന്നെ അറിയിക്കണം. ഇങ്ങനെ തൻ്റെ ആഗ്രഹങ്ങൾ, തൻ്റെ വഴികൾ, തൻ്റെ പ്രാണൻ, തൻ്റെ ജീവിതം, തൻ്റെ ജീവൻ, ഇതെല്ലാം കർത്താവിലേക്ക് അങ്ങ് ഏൽപ്പിക്കണം. ഏൽപ്പിച്ചു കഴിയുമ്പോൾ അവൻ തന്നെത്താൻ ത്യജിച്ചവനായി. ഇതിനൊന്നിനും ഞാൻ ഇടപെടുന്നില്ല, ഇതൊന്നും ഞാനല്ല ചെയ്യേണ്ടത്, കർത്താവാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഏൽപ്പിക്കുമ്പോൾ ദൈവം കൊടുക്കുന്നതാണ് കർത്താവിന്റെ ക്രൂശ്. അപ്പോസ്തലന്മാര് പറഞ്ഞ് അവര് വിളിച്ച് നിർത്തി. അവര് കർത്താവിന്റെ നാമത്തിൽ സുവിശേഷം അറിയിച്ചതിന് അവരെ അടിച്ചപ്പോൾ അവർ സന്തോഷിച്ച് പുറപ്പെട്ടു. എന്താ കാരണം? തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിക്കാൻ എണ്ണപ്പെടുകയാൽ അവർ സന്തോഷത്തോടെ ആ ഭേദ്യം ഏറ്റുകൊണ്ട് പോയി. കാരണം അവരെങ്ങനെ? അവർ ഭേദ്യം ഏറ്റുകൊണ്ട് സന്തോഷത്തോടെ പോയി. കർത്താവിന്റെ നാമത്തിന് അപമാനം സഹിക്കാൻ തക്കവണ്ണം എണ്ണപ്പെട്ടു. കാരണം ഇവൻ ആ കുരിശെടുക്കാൻ യോഗ്യനെന്ന് എണ്ണി. ഏറ്റവും ആദ്യമേ തന്നെ ഇന്ന് വേണ്ടത്, പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങിയിരിക്കാതെ വഴി, സ്വന്തം വഴി വിട്ടുകളഞ്ഞ് 100 ഭാരം കൊണ്ട് നടക്കാതെ സ്വന്തം ജീവന് വേണ്ടി കരുതി ആയുഷ്കാലം മുഴുവനും എങ്ങനെ ജീവിക്കും, എവിടെ പോകും, എങ്ങനെ മുമ്പോട്ട് പോകും, ഇതങ്ങ് വിട്ട് കളഞ്ഞു കഴിയുമ്പോൾ ഒരു കുരിശ് കിട്ടും. അതാണ് നിരപരാധിയുടെ ദുഃഖം. അതാണ് കർത്താവ് അനുഭവിച്ചത്.
ആ ഒരു ഭാഗം ഇങ്ങോട്ട് തരും. സുഗമമാണ്. ദൈവത്തിന്റെ വചനം പറയുന്നത് പ്രസാദമുള്ള ഒരു ദൈവത്തിന്റെ പ്രസാദമുള്ള ഒരു ജീവിതം അപ്രകാരമാണ്. അത് പ്രാപിപ്പാൻ കർത്താവിന്റെ സന്നിധിയിലേക്ക് തന്നെത്താൻ ത്യജിക്കാം. നമ്മുടെ ഭാരം കർത്താവിന്റെ മേൽ വയ്ക്കാം. നമ്മുടെ ജീവന് വേണ്ടി കർത്താവ് പ്രവർത്തിക്കട്ടെ. നമ്മുടെ വഴി കർത്താവിനെ ഫലമേൽപ്പിക്കാം. നമ്മുടെ ആവശ്യങ്ങൾ സ്വതന്ത്രത്തോടെ കർത്താവിനെ അറിയിക്കാം. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. കർത്താവിന്റെ വചനം പറയുന്നത് അങ്ങനെ വരുമ്പോൾ അവൻ തന്നെത്താൻ ത്യജിക്കുന്നവനാണ്. അവന് കർത്താവ് കൊടുക്കുന്നു. ഇതാ, നീതി നിമിത്തം ഉപദ്രവം സഹിക്കപ്പെടാൻ ദൈവം യോഗ്യനായി എണ്ണി അവനെ വേർതിരിക്കും. അവന്റെ ജീവിതം കർത്താവിങ്കൽ ഭദ്രവുമായിരിക്കും. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവെ, കൃപയാൽ ഞങ്ങളെ ഇത്രത്തോളം നടത്തിയ ദൈവം ഇന്ന് ഞങ്ങൾക്ക് നൽകി തന്ന എല്ലാ ആലോചനകൾക്കുമായി സ്തോത്രം, എല്ലാ ആരാധനയ്ക്കുമായി സ്തോത്രം, എല്ലാ സാക്ഷ്യങ്ങൾക്കുമായി സ്തോത്രം, പ്രാർത്ഥനാ വിഷയങ്ങൾക്കായി സ്തോത്രം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവ് മാനിക്കുമാറാകണമേ. വിടുതൽ തരണമേ. വിഷയങ്ങളിൽ പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ ഭാരം കർത്താവിന്റെ മേൽ വയ്ക്കട്ടെ. ഞങ്ങളുടെ ജീവന് വേണ്ടി ഞങ്ങളല്ല, കർത്താവ് കരുതുവാൻ കർത്താവിനെ ഫലമേൽപ്പിക്കട്ടെ. ദൈവമേ, കർത്താവേ, യേശുവേ, ഞങ്ങളുടെ ആവശ്യങ്ങൾ സ്വതന്ത്ര കർത്താവിനെ അറിയിക്കട്ടെ. ഞങ്ങളുടെ വഴി കർത്താവിനെ ഫലമേൽപ്പിക്കട്ടെ. കർത്താവേ, ദൈവമേ, ഞങ്ങളുടെ വിചാരങ്ങളൊക്കെയും കർത്താവിന്റെ മേലെ ഏൽപ്പിക്കട്ടെ. കർത്താവെ, അങ്ങനെ ഞങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ തന്നെത്താൻ ത്യജിച്ചവരായി കർത്താവിന്റെ മേൽ കർത്താവെ ഞങ്ങളെ തന്നെ സമർപ്പിക്കപ്പെട്ടവരായി കർത്താവിന്റെ ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ പ്രാപ്തരാക്കണമേ, യോഗ്യരാക്കി തീർക്കണമേ. പിന്നെ മുഖത്തിന് കുറാകട്ടെ. കാത്തുകൊള്ളമേ. സ്തോത്രം, 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 സ്തോത്രം.